ആരോടും പകയില്ലാത്ത ഒരു ഹൃദയം, ഹസദില്ലാത്ത, കിബറില്ലാത്ത, അസൂയയും കുശുമ്പും വാശിയും വൈരാഗവും ഇല്ലാത്ത ഒരു ഹൃദയം. അതാ മുഅ്മിനെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിലൂടെയാ നമുക്ക് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം കിട്ടുന്ന സ്ഥലം അതാണല്ലോ. ആ റബ്ബിന്റെ നോട്ടം കിട്ടുമ്പോൾ അവിടെ തെളിഞ്ഞ ഇടമാണെങ്കിൽ അല്ലാഹ് നിനക്ക് എത്ര വലിയ സ്ഥാനമാണെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ എത്ര പവറാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സലീമായ ഖൽബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം റമദാനിന്റെ മുന്നോടിയായി നമ്മൾ ഒരുക്കേണ്ടത് നമ്മുടെ ഖൽബിനെയാണ്. കുടുംബത്തോടോ അയൽവാസിയോടോ നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരോടോ സ്വന്തം ചോരയിൽ പിറന്നവരോടോ ആരോടെങ്കിലും പിണക്കമായി കഴിയുന്നവരുണ്ടെങ്കിൽ, ഇണങ്ങാതെ കഴിയുന്നവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സദസ്സിലുള്ളവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ ഭാഷയിൽ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താണ്. റമദാൻ അനുകൂലമാകണ്ടേ, ഒന്ന് രക്ഷപ്പെടണ്ടേ. ദുനിയാവിന്റെ ചെറിയ വിഷയത്തിന്റെ പേരില്, എന്തോ അനിഷ്ടമായതവന് സംസാരിച്ചതിന്റെ പേരില്, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചത് റോങ് ആയതിന്റെ പേരില്, ഗ്രൂപ്പിൽ എനിക്കെതിരായിട്ടൊരു മെസ്സേജ് അവൻ അയച്ച് എന്തേനോട് പേഴ്സണൽ പറഞ്ഞുകൂടായിരുന്നോ എനിക്ക്? എന്തിനാ ഇങ്ങനെ എല്ലാവരുടെയും ഇട്ടിട്ട് എന്നെ ചേളാക്കിയത്? എന്നെ എന്തിനാണ് ഒലിമ്പി വിട്ടത്? എന്നെ വഷളാക്കിയത്? ഇതിന്റെ പേരിലാണ് ചിലര് പിണങ്ങിയത്. ഒരു സെന്റ് ഭൂമിയുടെ പേരിലാ ചിലരുടെ തർക്കം വന്നത്. സുബ്ഹാനല്ലാഹ്. അയൽപക്കത്തെ മരത്തിന്റെ ഇല തന്റെ വീട്ടു വളപ്പിലേക്ക് വീഴുന്ന് അത് മുറിക്കാൻ പറഞ്ഞിട്ട് ഓനെ മുറിക്കണില്ല. അതിന്റെ പേരിലാ അയൽവാസി തെറ്റിക്കഴിയുന്നത്. ഇങ്ങനെ തുടങ്ങി ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരില് പിണങ്ങിക്കഴിയുന്നവരുടെ സദസ്സിലുണ്ടെങ്കിൽ മുഅ്മിനേ, റമദാൻ നമുക്ക് അനുകൂലമാകൂല.